എല്ലാവർക്കും ക്യൂസ് ബ്രെയിനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബഷീർ ദിന ക്യൂസിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളുമായിട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങൾ പെട്ടെന്ന് മനഃപ്പാഠമാക്കുവാൻ 1-2 തവണ ഈ വീഡിയോ കാണുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 1500 ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. കൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും എല്ലാ വീഡിയോയുടെയും ലിങ്കും തരുന്നതാണ്. അതുപോലെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീറിൻ്റെ കൃതി ഏതാണ്? ഉത്തരം ഭൂമിയുടെ അവകാശികൾ എന്ന കൃതിയാണ്. ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ബഷീർ തന്നെയാണ് സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം എന്നാണ്? ഉത്തരം 1908 ജനുവരി 21. ബഷീറിന്റെ ആദ്യ പ്രസിദ്ധീകരിച്ച കഥ ഏതാണ്? ഉത്തരം തങ്കം എന്നാണ് കഥയുടെ പേര്. ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം MK സാനു ആണ് ഈ കഥ രചിച്ചത്. നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ബഷീറിന്റെ ഏത് കൃതിയിലാണ്? ഉത്തരം മതിലുകൾ എന്ന കൃതിയിലാണ് ഈ കഥാപാത്രം ഉള്ളത്. മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണനാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. ബഷീറിന്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏതാണ്? ഉത്തരം പ്രേമലേഖനമാണ് ബഷീറിന്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ. മതിലുകൾ എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചത് ആരാണ്? ഉത്തരം മമ്മൂട്ടിയാണ് അതിൽ നായകനായി അഭിനയിച്ചത്. മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ഏതാണ്? ഉത്തരം ബാല്യകാലസഖിയാണ് ആ കൃതി. സിനിമയാക്കിയ ബഷീറിന്റെ രണ്ടാമത്തെ നോവൽ ഏതാണ്? ഉത്തരം ബാല്യകാലസഖിയാണ് ബഷീറിന്റെ സിനിമയാക്കിയ രണ്ടാമത്തെ നോവൽ. ചോദ്യോത്തരങ്ങളായി ബഷീർ എഴുതിയ പുസ്തകം ഏതാണ്? ഉത്തരം നേരും നുണയുമാണ് ആ പുസ്തകം. ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരം ഏതാണ്? ഉത്തരം ഉപ്പ് സത്യാഗ്രഹത്തിലാണ് ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്തത്. വൈക്കം മുഹമ്മദ് ബഷീറിന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1993 വൈക്കം മുഹമ്മദ് ബഷീറിന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത്. ബഷീറിന് ആദ്യമായി ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന സ്വാതന്ത്ര്യ സമരം ഏതാണ്? ഉത്തരം കോഴിക്കോട്ടിൽ 1930 വെച്ച് നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ വെച്ച്. ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെയാണ്? ഉത്തരം ഭാർഗവി നീലയം 1964 എഴുതിയത്. 1967 ബാല്യകാലസഖിയും എഴുതി. ബഷീറിന്റെ ജീവചരിത്രമായ ബഷീറിന്റെ ഐരാവതങ്ങൾ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം EM അഷറഫ് ആണ് ഈ കൃതി രചിച്ചത്. ബഷീറിനെ കുറിച്ച് എൻ്റെ ബഷീർ എന്ന പ്രശസ്ത കവിത രചിച്ചത് ആരാണ്? ഉത്തരം ONV കുറുപ്പാണ് ഇത് രചിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? ഉത്തരം പത്മശ്രീ പുരസ്കാരം 1982 ബഷീറിന് ലഭിച്ചു.
ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ്? ഉത്തരം അനീസ് അൻവർ ആണ് ഈ പ്രേമലേഖനം എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ. ബഷീർ കൃതികളെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം റൊണാൾഡ് ഇ അഷറാണ് പരിഭാഷപ്പെടുത്തിയത്. മൂക്ക് കഥാപാത്രമായി ബഷീറിൻ്റെ ഏത് കൃതിയിലാണ് ഉള്ളത്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കൃതിയിൽ. ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം കുട്ടിക്കൃഷ്ണന്മാരാണ് ഈ കൃതി രചിച്ചത്. ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം പെരുമ്പടം ശ്രീധരനാണ് ഇത് രചിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം EM അഷ്റഫാണ് ഈ പുസ്തകം എഴുതിയത്. ആകാശമിട്ടായി കഥാപാത്രമായ ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഉള്ളത്? ഉത്തരം പ്രേമലേഖനം എന്ന നോവലിലാണ് ഈ കഥാപാത്രം ഉള്ളത്. ബഷീറിൻ്റെ അപൂർവങ്ങളായ ചിത്രങ്ങളെ ക്യാമറയിൽ പകർത്തിയ ഫോട്ടോഗ്രാഫറായ പുനലൂർ രാജൻ ബഷീറിനെ കുറിച്ച് രചിച്ച പുസ്തകം ഏതാണ്? ഉത്തരം ബഷീർ ചായയും ഓർമ്മയും. എട്ടുകാലി മമ്മുഞ്ഞ എന്ന കഥാപാത്രം ബഷീറിൻ്റെ ഏത് കൃതിയിലാണ് ഉള്ളത്? ഉത്തരം ആനവാരിയും പൊൻകുരിശും എന്ന കൃതിയിലാണ് എട്ടുകാലി മമ്മുഞ്ഞ് ഉള്ളത്. ബഷീർ അന്തരിച്ചത് എന്നാണ്? ഉത്തരം 1994 ജൂലൈ 5 ബഷീർ അന്തരിച്ചത്. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ്? ഉത്തരം പ്രേം പാറ്റ എന്നാണ് നോവലിന്റെ പേര്. ബഷീറിന്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരം ഓർമ്മയുടെ അറകൾ എന്നാണ് ബഷീറിന്റെ ആത്മകഥയുടെ പേര്. MN കാരശ്ശേരി എഴുതിയ ബഷീറിനെ കുറിച്ചുള്ള പാട്ടുകാവ്യത്തിന്റെ പേര് എന്താണ്? ഉത്തരം ബഷീർ മാല എന്നാണ് ആ പാട്ടുകാവ്യത്തിന്റെ പേര്. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആടുണ്ടെന്നോർത്ത് എന്നീ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ടത് ആരാണ്? ഉത്തരം റൊണാൾഡ് ഇ അഷറാണ് ഇതുപോലെയുള്ള എല്ലാ കൃതികളും പരിഭാഷ ചെയ്തത്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ഏതാണ്? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഉത്തരം വരുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ് ഇത് നേടിയ ആദ്യ മലയാളി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ഈ വീഡിയോയ്ക്ക് പാർട്ട് 2 വേണമെങ്കിൽ പാർട്ട് 2 എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ 1,00,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.